അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറന്നേക്കരുത്. കുഞ്ഞൂട്ട, എത്ര കാലമായടാ കണ്ടിട്ട്? മുത്തശ്ശി ഇങ്ങനെ അടുത്ത് കണ്ടിട്ട് എത്ര കാലമായെന്നോ? സ്നേഹത്തോടെ ചോദിച്ചുകൊണ്ട് ചുക്കിച്ചുളിഞ്ഞ വിരലുകളാൽ അവർ അവൻ്റെ മുഖത്ത് പതിയൊന്ന് തലോടി. ആര്യൻ മറുപടിയായി പതിയൊന്ന് ചിരിച്ചു. തിരക്കല്ലായിരുന്നോ യശോദക്കുട്ടി? അവൻ മുത്തശ്ശിയുടെ കവിളിൽ പതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. യശോദമ്മക്ക് 2 മക്കളാണ്, ജാനകിയും രവീന്ദ്രനും. രവീന്ദ്രൻ കുടുംബവും കുട്ടികളുമെല്ലാമായി ഇപ്പോൾ കാനഡയിലാണ്. മംഗലത്ത് വീട്ടിൽ യശോദമ്മ മാത്രമേ ഉള്ളൂ. കൂടെ 2 ബാല്യക്കാരുണ്ട് കേട്ടോ. ബാല്യക്കാർ എന്നൊന്നും പറഞ്ഞ് കുറച്ച് കാണാൻ പറ്റില്ല കേട്ടോ. ഇരുവരും യശോദമ്മയെ അത്രമേൽ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കിട്ടുന്ന പണത്തിനോടുള്ള കൂറ് മാത്രമല്ല, യശോദമ്മയോടുള്ള സ്നേഹം കൊണ്ടുകൂടെയാണ്. രവീന്ദ്രൻ 2 നേരം വിളിക്കും, വിവരം അന്വേഷിക്കും. അമ്മ തനിച്ച് നാട്ടിൽ നിൽക്കുന്നതിന് അവന് ഒരിത്തിരി പരിഭവമുണ്ട്. പക്ഷേ യശോദമ്മക്ക് ആ നാടും വീടും വിട്ടു പോവാനും മടിയാണ്. ആ മണ്ണിൽ കിടന്ന് മരിക്കണമെന്ന് ആണവർക്ക്. അതുവരെ ഇവിടുത്തെ ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കണമെന്നാണ് യശോദമ്മക്ക്. യശോദമ്മയുടെ മകൾ ജാനകി, അതായത് ആര്യൻ്റെ അമ്മ, ഒരു ക്രിസ്ത്യൻ ചെറുക്കനുമായി അടുപ്പത്തിലായിരുന്നു. വലിയ കോലാഹലമൊക്കെ ഉണ്ടായി. എങ്കിലും ജാനകി അയാൾക്കൊപ്പം തന്നെ പടിയിറങ്ങിപ്പോയി. അവരും അങ്ങ് പുറത്തായിരുന്നു. പക്ഷെ ജാനകി തിരഞ്ഞെടുത്ത ആൾ തെറ്റിപ്പോയി എന്ന് തന്നെ പറയാം. ആര്യൻ്റെ അച്ഛൻ സെബാസ്റ്റ്യനിൽ നിന്നും ക്രൂരപീഡനങ്ങളാണ് അവർ അനുഭവിക്കേണ്ടി വന്നത്. ജാനകിയുടെ മനോധൈര്യം കൊണ്ട് അവർ തളർന്നു പോയില്ല. ആര്യന് 10 വയസ്സുള്ള സമയത്താണ് ജാനകി ഡിവോഴ്സ് നേടി തിരികെ മംഗലത്തോട്ട് വരുന്നത്. യശോദ തൻ്റെ മകളോട് പൊറുത്തുവെങ്കിലും കുടുംബക്കാർക്കൊന്നും അതിന് സാധിച്ചില്ല. പലരും തെളിഞ്ഞും മറഞ്ഞും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ തുടങ്ങി ആ അമ്മയെയും മോനെയും. അവസാനം തൻ്റെ മോൻ്റെ ഭാവിയെ ഇവിടുത്തെ ജീവിതം ബാധിക്കും എന്ന് തോന്നിയപ്പോഴാണ് ജാനകി വിദേശത്തേക്ക് തന്നെ തിരികെ പോകുന്നത്. അവിടെ ബിസിനസ് ചെയ്ത് ആവശ്യത്തിലധികം അവരുണ്ടാക്കി. ആര്യനെ നല്ല രീതിയിൽ പഠിപ്പിച്ചു, അവനെ സ്വയം പ്രാപ്തനാക്കി. പക്ഷേ ആ സന്തോഷം പൂർണ്ണമായി ആസ്വദിച്ചു തുടങ്ങും മുമ്പേ ഒരു ആക്സിഡൻറ്റിൽ ജാനകി ഒരു നെടുവീർപ്പോടെ ആര്യൻ ചിന്തകളിൽ നിന്നുണർന്നു. പടിഞ്ഞാറേ മുറ്റത്തെ ജനാല തുറന്നിട്ടിരിക്കുകയായിരുന്നു. അന്നേരം ആര്യൻ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മുത്തശ്ശിയുടെ പരാതികൾ അതിർ കടന്നു തുടങ്ങിയപ്പോൾ ഇങ്ങ് പോകുന്നതാണ് ആര്യൻ. 1 മാസം, അത് കഴിഞ്ഞാൽ തിരികെ പോകണം എന്നവൻ തീരുമാനിച്ചിരുന്നു. മുത്തശ്ശിയെ കാണുക എന്നതിനൊപ്പം മറ്റൊരു ഉദ്ദേശം കൂടെ ആര്യൻ്റെ ഈ വരവിനുണ്ട് കേട്ടോ. വിദേശത്തെ പ്രശസ്തമായ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനവും അവിടുത്തെ ഫാഷൻ ട്രെൻഡുകളെക്കുറിച്ച് പരിചയ സമ്പത്തുമായി നാട്ടിൽ തിരിച്ചെത്തിയ ആര്യന് ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ പുതിയ ഫാഷൻ ബ്രാൻഡായ ദ മോഡേൺ എത്നിക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡാക്കി മാറ്റുക എന്നത്. വിദേശത്ത് ജീവിച്ച് അവിടുത്തെ അത്യാധുനിക ഫാഷൻ രീതികൾ ശീലമാക്കിയ ആര്യൻ കാഴ്ചയിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ മോഡലിനെ പോലെ സ്റ്റൈലിഷും മോഡേണുമായിരുന്നു. തൻ്റെ പുതിയ വസ്ത്രശേഖരം ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായി ഒരു വമ്പൻ ഫോട്ടോഷൂട്ട് ആര്യൻ പ്ലാൻ ചെയ്തിരുന്നു. മുത്തശ്ശിയോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവൻ ഈ 4 കെട്ടിൽ ഒരു ഫോട്ടോഷൂട്ടിങ്ങിനുള്ള പെർമിഷൻ തരപ്പെടുത്തിയെടുത്തത് പോലും. അതിനായി മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പ്രശസ്തരായ മോഡലുകളെ അവൻ എത്തിച്ചിരുന്നു. പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകളും കാട്ടുപൂക്കൾ നിറഞ്ഞ വഴികളും പഴയ ആ വലിയ 4 കെട്ടുമൊക്കെയായിരുന്നു ആര്യൻ്റെ മനസ്സിനെ ആകർഷിച്ച ആ ലൊക്കേഷൻ. ഷൂട്ടിംഗ് നടക്കുന്ന 4 കെട്ടിൻ്റെ പരിസരം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ക്യാമറകളും കൂറ്റൻ ലൈറ്റുകളും കോസ്റ്റ്യൂം ഡിസൈനർമാരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ തിരക്കുകളുമായി ഒരു തരം ബഹളമായും. ആര്യൻ തൻ്റെ ഐപാഡിൽ ഡിസൈനുകൾ നോക്കിക്കൊണ്ട് അസിസ്റ്റൻറ്റിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ ദുരന്തം സംഭവിച്ചത്. അവരുടെ മെയിൻ മോഡലായ റിയക്ക് പെട്ടെന്ന് കഠിനമായ ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും അവളെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന പ്രൊജക്റ്റാണ്. ഇന്നത്തെ ദിവസം ഷൂട്ട് നടന്നില്ലെങ്കിൽ എല്ലാം പാഴാകും. ആര്യൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അന്നൊരു ദിവസം ഷൂട്ടിംഗ് നിർത്തേണ്ടി തന്നെ വന്നു.
2 ദിവസം അതിന് ബന്ധപ്പെട്ട് വന്നവരോടെല്ലാം ഹോട്ടലിൽ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. പുതിയ മോഡലുകൾക്കായി ആര്യനും സുഹൃത്തുക്കളും അന്വേഷണം തുടങ്ങി കഴിഞ്ഞിരുന്നു. പക്ഷെ ആര്യൻ്റെ മനസ്സിനിണങ്ങുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയാതെ അവർ ബുദ്ധിമുട്ടി. 2 ദിവസത്തെ അലച്ചിലിനും ടെൻഷനും ഒടുവിൽ ഒരു ആശ്വാസം എന്നോണമാണ് ആര്യൻ ആ പുഴക്കരയിലേക്കൊന്ന് പോയത്. വിദേശത്തെ ലക്ഷറി സ്വിമ്മിംഗ് പൂളുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ആ പുഴ അവനെ ആകർഷിച്ചു. കുഞ്ഞുനാളിൽ ഇതുപോലെ വരുമായിരുന്നു അവൻ. പുലർക്കാലമായിരുന്നതുകൊണ്ട് കടവിൽ ആരുമുണ്ടായിരുന്നില്ല. ആര്യൻ തൻ്റെ ഫോണും തോർത്തും കരയിലെ കൽപ്പടവിൽ വെച്ചു. ജീൻസ് ഷർട്ടും മാറ്റി ഒരു സാധാരണ മുണ്ടെടുത്ത് അവൻ പതിയെ പുഴയിലെ തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി. പടവുകൾ ഇറങ്ങി നെഞ്ചോടൊപ്പം വെള്ളമുള്ള ഭാഗത്തേക്ക് അവൻ നീന്തി. വെള്ളത്തിൻ്റെ തണുപ്പ് ശരീരത്തിലേക്ക് പടർന്നപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഭാരമെല്ലാം ഒഴിഞ്ഞു പോകുന്നത് പോലെ ആര്യന് തോന്നി. അവൻ പതിയെ വെള്ളത്തിലേക്കൊന്ന് മുങ്ങി നിവർന്നു. തലമുടി പുറകിലേക്ക് ഒതുക്കി മുഖം തുടച്ചു. തൊട്ടപ്പുറത്ത് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മരത്തിൻ്റെ തണലുള്ള ശാന്തമായ ഭാഗത്തേക്ക് അവൻ പതിയെ നീന്തിയെടുത്തു. പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിച്ചത്. അവൻ നിൽക്കുന്നതിന് തൊട്ടു മുന്നിലെ വെള്ളം പതിഞ്ഞു പൊങ്ങി. ദീർഘനേരം വെള്ളത്തിനടിയിൽ ശ്വാസം അടക്കി പിടിച്ച് കിടന്നിട്ടെന്നോണം ഒരു പെൺകുട്ടി പെട്ടെന്ന് വെള്ളത്തിന് മുകളിലേക്ക് കുതിച്ചുയർന്നു. വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന പാടെ അവൾ ശ്വാസം എടുക്കാനായി വായു ആഞ്ഞു വലിച്ചു. മുഖത്തേക്ക് പടർന്നു കിടന്ന നനഞ്ഞ മുടിയിഴകൾ ഒരൊറ്റ കുടച്ചിലിൽ അവൾ പുറകിലേക്കിട്ടു. ആ മുഖത്തുണ്ടായിരുന്ന വെള്ളത്തുള്ളികൾ കാറ്റിൽ ചിതറിത്തെറിച്ചു. തൊട്ടു മുന്നിൽ ശ്വാസം അടക്കി പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്ന ആര്യനെ അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇരുവരുടെയും കണ്ണുകൾ നേർക്കുനേർ ഉടക്കി. ആര്യൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചുപോയി. കണ്ണുമകൾ ചിമ്മാൻ പോലും മറന്ന് അവൻ അവളെ തന്നെ നോക്കി നിന്നു. വലിയ കണ്ണുകളും നനഞ്ഞു ഉതിർന്ന മുഖവും കഴുത്തൊപ്പം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവളുടെ രൂപവും അവൻ്റെ നെഞ്ചെരിപ്പ് കൂട്ടി. ഒരൊറ്റ നിമിഷം ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നിയ ആര്യന് അതേസമയം പുഴക്കടവിൽ തികച്ചും അപരിചിതനായ ഒരു യുവാവിനെ ഇത്രയും അടുത്ത് കണ്ടതും അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അവൾ പരിഭ്രമത്തോടെ ഒന്ന് പിന്നോട്ട് നീങ്ങി. അയ്യോ കുട്ടി, ഞാൻ കരുതി ഇവിടെ ആരുമില്ലെന്ന്. ആര്യൻ പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. പക്ഷേ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഭയം കലർന്ന ഒരു നോട്ടം ആര്യന് നേരെ എറിഞ്ഞ് അവൾ വേഗത്തിൽ നീന്തി കരയോടടുത്തു. ഒരു ഒറ്റമുണ്ടായിരുന്നു അവളുടെ വേഷം. കരയിലെ കൽപ്പടവുകളിലേക്ക് അവൾ ഓടിക്കയറുമ്പോൾ അവളുടെ കാൽപാദങ്ങളിലെ കുരിശുകൾ കിലുങ്ങി. തൻ്റെ നനഞ്ഞ തോർത്തെടുത്ത് ദേഹം ഒന്ന് ചുറ്റി പടവുകളിൽ വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കയ്യിലെടുത്ത് ഒരു വട്ടം കൂടി അവൾ തിരിഞ്ഞു നോക്കി. ആര്യൻ അപ്പോഴും വെള്ളത്തിൽ തന്നെ നിന്ന് അവളെ നോക്കുകയായിരുന്നു. അവൾ ആ ഇടവഴിയിലൂടെ ഓടി മറിഞ്ഞിട്ടു. ആ പുഴവെള്ളത്തിൽ അവളുടെ കൊലുസിൻ്റെ നാദവും അവൾ അവശേഷിപ്പിച്ചു പോയ ഒരു വശ്യതയും ബാക്കിയാവുന്നത് പോലെ ആര്യന് തോന്നി. തിരികെ തറവാട്ടിലേക്ക് വരുമ്പോഴും അവൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. വിദേശത്തെ സുന്ദരിമാരായ അന്താരാഷ്ട്ര മോഡലുകളെ അവൻ കണ്ടിരിക്കുന്നു. ക്യാമറ കണ്ണുകളെ വശീകരിക്കുന്ന പുഞ്ചിരിയുമായി റാമ്പിലൂടെ ചുവടുവെക്കുന്ന പ്രശസ്തരായ പെൺകുട്ടികൾ. പക്ഷെ അവരിൽ ആരും കാണാത്ത പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന ഒരു വശ്യത ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു. പുഴവെള്ളത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങിയ അവളുടെ വലിയ കണ്ണുകൾ അത് ആര്യൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരുന്നു. തോർത്തുമുണ്ടുകൊണ്ട് തല തുവർത്തി ഷർട്ടും മുണ്ടും ധരിച്ച് തറവാട്ടിലേക്ക് നടക്കുമ്പോൾ ആര്യൻ്റെ കാതുകളിൽ ആ കൊലുസിൻ്റെ കിലുക്കം മാത്രം പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. ആരായിരിക്കും അവൾ? ഈ ഗ്രാമത്തിൽ എവിടെയായിരിക്കും അവളുടെ വീട്? ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ വട്ടം ചുറ്റി പറന്നു. മംഗലത്ത് തറവാടിൻ്റെ വലിയ പടിപ്പുര കടന്ന് അകത്തേക്ക് വരുമ്പോൾ ആര്യൻ്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. 2 ദിവസമായി കൂടെയുള്ള ടെൻഷൻ്റെയോ നിരാശയുടെയോ നിഴലാട്ടങ്ങൾ പോലും ആ മുഖത്തിപ്പോഴും ഉണ്ടായിരുന്നില്ല. വലിയ ഉമ്മറക്കോലായിൽ ചാരുപടിയിൽ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു കാര്യസ്ഥൻ ശങ്കരമാമ അന്നേരം. ആര്യനെ കണ്ടതും അദ്ദേഹം പത്രം മടക്കി വെച്ച് കണ്ണട ഒന്നുകൂടി കയറ്റി വെച്ചു. മോൻ എങ്ങോട്ട് പോയിരുന്നതാ? ശങ്കരമാമ ആകാംക്ഷയോടെ ചോദിച്ചു. അതൊന്നുമില്ല ശങ്കരമാമേ, ഞാൻ ചുമ്മാ പുഴക്കടവ് വരെ ഒന്ന് പോയതാ. അവിടെ നല്ല തണുത്ത വെള്ളം, ഒന്ന് മുങ്ങി നടന്നപ്പോൾ മനസ്സിനൊരു സുഖം തോന്നി, അത്ര തന്നെ. ആര്യൻ തൻ്റെ ഉള്ളിലെ വിചാരങ്ങൾ പുറത്ത് കാണിക്കാതെ തികച്ചും സാധാരണ ഭാവത്തിൽ മറുപടി നൽകി. അതെയോ,
ഈ പുഴയിലെ വെള്ളത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട് മോനെ. ടൗണിലെ ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെയല്ല ഇത്, മലമുകളിൽ നിന്ന് ഒഴുകി വരുന്നതാ. ശങ്കരമാമ പുഴയുടെ മാഹാത്മ്യം വിവരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആര്യൻ അകത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. തൻ്റെ മുറിയിൽ കയറി വസ്ത്രം മാറി ഐപാഡും കയ്യിലെടുത്ത് അവൻ താഴേക്ക് വന്നു. ലക്ഷങ്ങൾ മുടക്കിയ പ്രൊജക്റ്റാണ്. മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വന്നൊക്കെ ക്രൂ മുഴുവൻ ഹോട്ടലിൽ ഇരിക്കുകയാണ്. പുതിയൊരു മോഡലിനെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും അവൻ്റെ വിരലുകൾ ഐപാഡിൻ്റെ സ്ക്രീനിൽ ചലിച്ചുകൊണ്ടിരുന്നപ്പോഴും കണ്ണുകൾ ജനലിലൂടെ പുറത്തെ കാഴ്ചകളിലായിരുന്നു. പെട്ടെന്നാണ് തറവാടിൻ്റെ വടക്കിനിപ്പുറത്ത്, അതായത് അടുക്കള ഭാഗത്തു നിന്നും ചില സംസാരങ്ങളും ചിരികളും കേൾക്കാൻ തുടങ്ങിയത്. സാധാരണയായി യശോദമ്മയും ബാല്യക്കാരായ കല്യാണിയും ജാനുവും മാത്രമാണ് അവിടെ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇന്ന് അവരുടെ പതിവ് ശബ്ദങ്ങൾക്കപ്പുറം വളരെ അപരിചിതമായ മറ്റൊരു ശബ്ദം കൂടെ അവിടെ കേൾക്കാമായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി ആര്യൻ്റെ ശ്രദ്ധ എത്തിയത് ആ കുരിശിൻ്റെ കിലുക്കത്തിലാണ്. ആര്യൻ്റെ നെഞ്ചെടുപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. അവൻ കയ്യിലിരുന്ന ഐപാഡ് കട്ടിലിലേക്ക് വെച്ചു. ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. പുഴക്കടവിൽ മറഞ്ഞ ആ പാദസരത്തിൻ്റെ അതേ നാദം. അവൻ പതിയെ മുറിയിൽ നിന്നിറങ്ങി. തറവാടിൻ്റെ നീണ്ട ഇടവഴികളിലൂടെ നടക്കുമ്പോൾ അവൻ തൻ്റെ കാലച്ചുകൾ പോലും പുറത്ത് കേൾക്കാത്ത വിധം പതുക്കെയാണ് ചുവടുകൾ വെച്ചത്. അടുക്കളയുടെ വലിയ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അവിടെ യശോദമ്മ ഒരു ചെറിയ പലകയിൽ ഇരിക്കുന്നുണ്ട്. കല്യാണിയും ജാനുവും വരിക്കച്ചക്ക ചുളയെടുക്കുന്ന തിരക്കിലാണ്. എന്നാൽ അവരുടെയൊക്കെ നടുവിൽ തറയിൽ ഒരു പായ വിരിച്ച് അതിലിരുന്ന് അമ്മമ്മക്ക് കാലിൽ കുഴമ്പിട്ട് കൊണ്ടിരിക്കുന്നത് വേറൊരു പെൺകുട്ടിയായിരുന്നു. ആര്യൻ വാതിലിൻ്റെ മറവിൽ ഒതുങ്ങി നിന്ന് ഉള്ളിലേക്ക് നോക്കി. അതെ, അവൾ തന്നെ. പുഴക്കടവിൽ വെച്ച് നനഞ്ഞൊട്ടിയ ദേഹവുമായി ആ മായാരൂപം ഇപ്പോൾ ഇതാ തൻ്റെ മുന്നിൽ. ഇപ്പോൾ അവൾ ഒരു നീലയും വെള്ളയും കലർന്ന പട്ടുപാവാടയും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത്. നനഞ്ഞ മുടിയിഴകൾ മുഴുവൻ ഒതുക്കി പിടിച്ച് തോളിലേക്ക് ഇട്ടിരിക്കുന്നു. ചെറിയൊരു ഈർപ്പം ഇപ്പോഴും ആ മുടിത്തുമ്പിലുണ്ട്. നെറ്റിയിൽ ഒരു ചെറിയ ചന്ദനക്കുറി തൊട്ടിരിക്കുന്നു. അവളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. യശോദമ്മയോട് എന്തോ തമാശ പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കുകയാണ്. ആ ചിരിയിൽ അവളുടെ കവിളിൽ ചെറിയൊരു നുണക്കുഴി തെളിയുന്നുണ്ടായിരുന്നു. നീ ഇത് എവിടെ പോയതാടി പെണ്ണെ രാവിലെ തന്നെ? ഇന്ന് നേരം വൈകിയല്ലോ, യശോദമ്മ സ്നേഹത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ മുത്തശ്ശി, രാവിലെ പുഴയിൽ പോയതാ. അവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത് വാക്കുകൾ വിഴുങ്ങി. അവളുടെ മുഖത്ത് ഒരു ചെറിയ ചുവപ്പ് പടർന്നു. പുഴക്കടവിൽ വെച്ച് ഒരു അപരിചിതനായ യുവാവിനെ കണ്ട കാര്യം ആരോടെങ്കിലും പറയാൻ അവൾക്ക് മടി തോന്നിയിരുന്നു. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും അവളുടെ ഉള്ളിൽ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. എന്താടി, പുഴയിൽ എന്താ ഉണ്ടായ? വല്ല പരൽമീനും കടിച്ചോ നിന്നെ? കല്യാണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല കല്യാണി ചേച്ചി, ഞാൻ ചുമ്മാ വെള്ളത്തിൽ കുറേ നേരം നീന്തി, സമയം പോയത് അറിഞ്ഞില്ല, അവൾ കള്ളം പറഞ്ഞൊപ്പിച്ചു. വാതിലിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്ന ആര്യൻ്റെ ചുണ്ടുകളിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. അവൻ പതിയെ ചുമരിലേക്ക് ചാരി നിന്ന് കൈകൾ കെട്ടി അവളെ തന്നെ നോക്കി നിന്നു. ആരാത് അവിടെ വാതിലിൻ്റെ മറവിൽ നിൽക്കുന്നത്? കുഞ്ഞൂട്ടനാണോ? യശോദമ്മയുടെ കണ്ണുകൾ വാതിലിനരികിൽ നിഴൽ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് പിടിക്കപ്പെട്ട ഭാവത്തിൽ ആര്യൻ മുന്നോട്ട് വന്നു. ഞാനാ മുത്തശ്ശി, അവൻ പരിങ്ങലോടെ പറഞ്ഞു. ആര്യൻ അകത്തേക്ക് വന്നതും ആ പെൺകുട്ടി പതിയെ തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ ആര്യൻ്റെ മുഖത്തുടക്കിയ നിമിഷം അവളുടെ കയ്യിലിരുന്ന ചെറിയ പാത്രം താഴെ വീഴാൻ പോയി. അവൾ അത് എങ്ങനെയൊക്കെയോ അത്രയും പരിഭ്രമത്തോടെ പിടിച്ചെടുത്തു. അവളുടെ കണ്ണുകൾ വിടർന്നു. മുഖത്തെ പുഞ്ചിരി പാടെ അപ്രത്യക്ഷമായി. പകരം പരിഭ്രമവും ഭയവും ആ മുഖത്ത് നിഴലിച്ചു. ഇയാൾ ഇവിടുത്തെ ആളാണോ? ഇതാണോ മുത്തശ്ശി എപ്പോഴും പറയുന്ന കാനഡയിലുള്ള ജാനകിയമ്മയുടെ മകൻ ആര്യൻ? അവളുടെ മനസ്സ് അതിവേഗം ചിന്തിച്ചു കൂട്ടുകയായിരുന്നു. രാവിലെ പുഴക്കടവിൽ വെച്ച് കണ്ട ആൾ അല്ല ഇപ്പോൾ അവളുടെ മുന്നിൽ നിൽക്കുന്നത്. ബ്രാൻഡഡ് ടീഷർട്ടും സ്റ്റൈലിഷ് ജീൻസും ധരിച്ച് മുടി മുകളിലേക്ക് ഒതുക്കി വെട്ടിയ കയ്യിൽ വില കൂടിയ വാച്ചും അണിഞ്ഞ് നിൽക്കുന്ന ഒരുവൻ. എന്നാൽ ആര്യൻ്റെ മുഖത്ത് പൂർണ്ണമായും ഒരു കുസൃതി ചിരിയായിരുന്നു. അവൻ അവളെ നോക്കി ഇടം കണ്ണിട്ട് ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി താഴേയിലേക്ക് നോക്കി. അവളുടെ വിരലുകൾ പാവാടത്തുമ്പിൽ മുറുകെ പിടിച്ചു. നീ വന്നത് നന്നായി കുഞ്ഞൂട്ട. ഇതിനെ നിനക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കിയേ, യശോദമ്മ ആ പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ആര്യൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇല്ല എന്ന് തലയാട്ടി. ഇല്ലല്ലോ മുത്തശ്ശി, ഇതാരാ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അവൻ തികച്ചും ഗൗരവമുള്ള മുഖത്തോടെ പറഞ്ഞു. പക്ഷേ കണ്ണുകളിൽ ആ കുസൃതി ബാക്കിയുണ്ടായിരുന്നു.
നീ മറന്നുപോയിട്ടുണ്ടാവും. അല്ലെങ്കിലും നിങ്ങൾ കുഞ്ഞിലെ കണ്ടതല്ലേ. നമ്മുടെ വാസുവേട്ടൻ്റെ മോളാ ദേവിക. ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാ. എൻ്റെ ദേവിക്കുട്ടി ഇല്ലെങ്കിൽ ഈ മുത്തശ്ശി എപ്പോഴേ തീർന്നേനെ. എനിക്ക് മരുന്ന് തരാനും വർത്തമാനം പറയാനും ഒക്കെ ഇവളേ ഉള്ളൂ. യശോദ വലിയ ആത്മാഭിമാനത്തോടെ ദേവുവിനെ കുറിച്ച് പറഞ്ഞു. ദേവിക, ദേവു, ആര്യൻ ആ പേര് മനസ്സിലൊന്നുരുവിട്ടു. പരമ്പരാഗതമായ ഇന്ത്യൻ തനിമയും ആധുനിക ഫാഷനും തമ്മിലുള്ള ഒരു സമന്വയമാണ് ആര്യൻ ഇതുവരെ തിരഞ്ഞു നടന്നത്. അവൻ ഇതുവരെ തിരഞ്ഞത് മുംബൈയിലുള്ള നഗര സംസ്കാരത്തിൽ വളർന്ന മോഡലുകളെയാണ്. വന്നാൽ യഥാർത്ഥ സൗന്ദര്യം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ നാടൻ പെൺകുട്ടിയിലില്ലേ ഉള്ളത്? ഈ വലിയ കണ്ണുകളും പ്രകൃതിദത്തമായ ഈ ഭാവങ്ങളും കേരളീയ തനിമയുള്ള ഈ രൂപവുമെല്ലാം തൻ്റെ വസ്ത്രങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമല്ലേ? അവൾക്കൊരു മോഡേൺ മേക്കപ്പ് കൂടി നൽകിയാൽ അത് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഫ്യൂഷൻ ബ്രാൻഡായി മാറില്ലേ? തൻ്റെ ബ്രാൻഡിന് ആവശ്യമായ ആ പെർഫെക്റ്റ് ഫേസ് മറ്റാരുമല്ല, അത് ഈ ദേവ് തന്നെയാണെന്ന് ആര്യൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന പ്രൊജക്റ്റിൻ്റെ രക്ഷകയായി ദൈവം തൻ്റെ മുന്നിലെത്തിച്ചത് ഇവളെയാണെന്ന് ആര്യൻ വിശ്വസിച്ചു. ആര്യൻ്റെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം ഉദിച്ച നിമിഷമായിരുന്നു അത്. മുംബൈയിലെയും ബാംഗ്ലൂരിലെയും അവൻ തിരഞ്ഞു മടുത്ത അപൂർവ സൗന്ദര്യം തൻ്റെ മുന്നിൽ. തൻ്റെ സ്വപ്ന ബ്രാൻഡിന് ജീവൻ നൽകാൻ ഇതിലും മികച്ചൊരു മുഖം പ്രപഞ്ചത്തിൽ മറ്റെവിടെയും ഇല്ലെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ശരി മുത്തശ്ശി, ഞാൻ റൂമിലേക്ക് പോവുക, കുറച്ച് വർക്കുണ്ട്. ദേവികയുടെ മുഖത്തിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ ആര്യൻ പറഞ്ഞു. അവൻ വേഗം ഉമ്മറത്തേക്ക് നടന്നു. ശങ്കരമാമ എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ശങ്കരമാമ, നമ്മുടെ വാസുവേട്ടല്ലേ? പുള്ളിപ്പോൾ എവിടെ ഉണ്ടാവും? എനിക്കൊന്ന് കാണണമായിരുന്നു. ആര്യൻ്റെ ചോദ്യം കേട്ട് ശങ്കരമാമ പത്രം താഴെ വെച്ചു. അതിനെന്താ മോനെ, വാസു ഇപ്പോൾ വീട്ടിലുണ്ടാവും. പണിക്ക് പോകാൻ ഇറങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ മോൻ എന്തിനാ പെട്ടെന്ന് അവനെ അന്വേഷിക്കുന്നത്? ശങ്കരമാമയുടെ മുഖത്ത് നേരിയൊരു അത്ഭുതം നിഴലിച്ചു. അതൊക്കെ ഉണ്ട് മാമ. മാമ എൻ്റെ കൂടെ ഒന്ന് അവരുടെ വീട്ടിലേക്ക് വരാമോ? ഇപ്പം തന്നെ പോവാം. ആര്യൻ്റെ തിടുക്കം കണ്ട് ശങ്കരമാമ മടുത്തൊന്നും പറയാതെ തൻ്റെ തോളിലെ തോർത്തെടുത്ത് ഒന്ന് കുടഞ്ഞിട്ടു. മംഗലത്ത് തറവാടിൻ്റെ പടി കടന്ന് വലിയ പാടവരമ്പിലൂടെ അവർ നടന്നു. കുറച്ചകലെ ഒരു ചെറിയ പറമ്പിലാണ് വാസുവിൻ്റെ വീട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ വീടിൻ്റെ ദയനീയ അവസ്ഥ ആര്യന് മനസ്സിലായി. പഴയ ഓടിട്ട ഒരു ചെറിയ വീട്. പലയിടത്തും ഓടുകൾ പൊട്ടി ചോർന്നൊലിക്കാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ കരിനിഴൽ ആ വീടിന് മേൽ വ്യക്തമായിരുന്നു. മംഗലത്തെ ഒരു വിശ്വസ്തനായ തൊഴിലാളിയാണ് പുള്ളി. ആര്യനെയും ശങ്കരമാമയും കണ്ടതും വാസു പെട്ടെന്ന് എഴുന്നേറ്റു. കയ്യിലെ ബീഡി പുറകിലേക്ക് ഒളിപ്പിച്ചു. ആഹാ, ശങ്കരൻ ചേട്ടനോ? ഇതാരാ? നമ്മുടെ ജാനകി തമ്പുരാട്ടിയുടെ മകൻ കുഞ്ഞൂട്ടനല്ലേ? ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ നിന്നെ. വരണം വരണം. വാസു വല്ലാത്തൊരു ആദരവോടെയും വിനയത്തോടെയും അവരെ സ്വീകരിച്ചു. ഇരിക്കാൻ ആകെ കൂടെ ഉണ്ടായിരുന്ന പഴയൊരു പ്ലാസ്റ്റിക് കസേര അയാൾ തോർത്തുകൊണ്ട് തുടച്ച് അവന് നൽകി. ഇരിക്കും മോനെ. ആ, ഇരിക്കാം വാസേട്ടാ, കുഴപ്പമില്ല. ആര്യൻ ആ വീടിൻ്റെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു. ദേവുവിൻ്റെ കോളേജ് ഫീസും വീട്ടു ചെലവുകളുമൊക്കെ ഈ മനുഷ്യൻ ചെറിയ കൂലിപ്പണിയിൽ നിന്നാണ് നടത്തുന്നതെന്ന് ആര്യന് മനസ്സിലായി. വാസുവേട്ട, ഞാൻ ഒരു വലിയ കാര്യം സംസാരിക്കാനാണ് വന്നത്. എനിക്കൊരു വലിയ സഹായം വേണം. ആര്യൻ നേരെ കാര്യത്തിലേക്ക് കടന്നു. എന്താ മോനെ? ഈ വാസുവിനെ കൊണ്ടാവുന്നതാണെങ്കിൽ ജീവൻ കൊടുത്തു ഞാൻ ചെയ്യും. മംഗലത്ത് തറവാട് തന്ന കഞ്ഞിയാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിപ്പിച്ചത്, വാസു പറഞ്ഞു. വാസുവേട്ടൻ്റെ മകൾ ദേവികയുടെ സഹായമാണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടത്. അവൾ എനിക്ക് എൻ്റെ പുതിയ ബ്രാൻഡിൻ്റെ മോഡലാക്കണമെന്നുണ്ട്. ഇന്നു മുതൽ തുടങ്ങുന്ന ഫോട്ടോഷൂട്ടിൽ അവളാണ് എൻ്റെ മെയിൻ മോഡൽ. ആര്യൻ ഒട്ടും വളച്ചുകെട്ടില്ലാതെ കാര്യം പറഞ്ഞു. ആര്യൻ്റെ വാക്കുകൾ കേട്ടതും വാസുവിൻ്റെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോയി. ശങ്കരമാമയും ഞെട്ടലോടെ ആര്യനെ നോക്കി. എന്താ മോനെ പറയുന്നത്? നമ്മുടെ ദേവിനെ ഫോട്ടോഷൂട്ടിങ്ങിന് വിടാനോ? ഇല്ല മോനെ, അത് പറ്റില്ല. ഞങ്ങളൊക്കെ പാവങ്ങളാ, ഈ നാട്ടുമ്പുറത്ത് ജീവിക്കുന്നവർ. അവളെ ക്യാമറയുടെ മുന്നിൽ നിർത്താനോ? അതും ഈ വലിയ വലിയ ആൾക്കാരുടെ കൂടെ? ആളുകൾ പലതും പറയും മോനെ. വാസുവിൻ്റെ ശബ്ദത്തിൽ ഭയവും വിറയലും കലർന്നിരുന്നു. ഒരു യഥാസ്ഥിതികനായ നാട്ടുമ്പുറത്തുകാരൻ്റെ പരിഭ്രമം മുഴുവൻ ആ മുഖത്തുണ്ടായിരുന്നു. വാസുവേട്ട, ദയവായി ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ആര്യൻ വാസുവിൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല. വളരെ മാന്യമായ രീതിയിൽ കേരളീയ തനിമയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് അവൾ നിൽക്കേണ്ടത്. അവൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ ഇത് ചെയ്യും. എൻ്റെ അമ്മയുടെ ഓർമ്മക്കായി ഞാൻ തുടങ്ങിയ പ്രൊജക്റ്റാണിത്. മുംബൈയിൽ നിന്ന് വന്ന മോഡലിന് സുഖമില്ലാതായി.
ഇന്ന് ഈ ഷൂട്ട് നടന്നില്ലെങ്കിൽ എനിക്ക് വലിയ നഷ്ടം വരും. എൻ്റെ കരിയർ തന്നെ തകരും വാസുവേട്ട. ആര്യൻ്റെ ശബ്ദത്തിൽ ആത്മാർത്ഥതയും വിഷമവും വാസുവിൻ്റെ ഉള്ളിൽ തട്ടി. എങ്കിലും സമുദായത്തെയും നാട്ടുകാരെയും പേടിയുള്ള അച്ഛൻ്റെ മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. മോനെ കുഞ്ഞൂട്ട, എനിക്ക് മനസ്സിലാവും. പക്ഷെ പെൺകുട്ടികളാവുമ്പോൾ നാളെ ഒരു കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതാ. ഈ സിനിമയും ഷൂട്ടിങ്ങും ഒക്കെ നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല. പക്ഷേ ഇതിന് വാസു തല താഴ്ത്തി. അതുവരെ മിണ്ടാതിരുന്ന ശങ്കരവാമ അതിൽ ഇടപെട്ടു. വാസു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ നിൽക്കുന്നത് ജാനകിയുടെ മകനാ. അവൻ മോശം എന്തെങ്കിലും പറയുമോ? പിന്നെ നാട്ടുകാരെ പേടിച്ചിട്ട് എന്തിനാ? നിന്റെ വീടിൻ്റെ അവസ്ഥ നീ നോക്ക്. ചോർന്നൊലിക്കുന്ന ഈ മേൽക്കൂര മാറ്റാൻ പോലും നിന്റെ കയ്യിൽ പണമില്ല. ഈ കുട്ടി തരുന്ന പണം കൊണ്ട് നിനക്ക് ഈ വീടൊന്ന് നന്നാക്കാം. ദേവുവിൻ്റെ പഠിത്തം സുരക്ഷിതമാക്കാം. ഒരു നല്ല അവസരം വരുമ്പോൾ ഇങ്ങനെ തട്ടി മാറ്റില്ല വാസു. ശങ്കരമാമയുടെ വാക്കുകൾ വാസുവിൻ്റെ ഉള്ളിൽ വീണു. സത്യമാണ്, പണമില്ലാത്തതിൻ്റെ പേരിൽ താൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെറുതല്ല. മകൾക്ക് നല്ലൊരു വസ്ത്രം വാങ്ങി നൽകാൻ പോലും തനിക്ക് കഴിഞ്ഞിട്ടില്ല. ആര്യൻ തൻ്റെ ബാഗിൽ നിന്നും ഒരു ചെക്ക് ബുക്ക് എടുത്ത് ഒരു വലിയ തുക അതിലെഴുതി വാസുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇത് വാസുവേട്ടനുള്ള അഡ്വാൻസ് തുകയാണ്. ബാക്കി തുക ഷൂട്ട് കഴിയുമ്പോൾ തരും. ഇത് നിങ്ങളുടെ അവകാശമാണ്, ഭിക്ഷയല്ല. എൻ്റെ കമ്പനിയുടെ ഔദ്യോഗിക മോഡലിന് നൽകുന്ന പ്രതിഫലം. വാസുവേട്ടൻ വിസമ്മതിക്കരുത് പ്ലീസ്. കയ്യിലിരിക്കുന്ന ചെക്കിലെ തുക കണ്ട് വാസുവിൻ്റെ കണ്ണ് നിറഞ്ഞു. തൻ്റെ ദാരിദ്ര്യത്തിന് മുന്നിൽ ദൈവം വഴി തുറന്നതാണോ ഇതെന്ന് അയാൾ ചിന്തിച്ചു. എങ്കിലും മകളുടെ സമ്മതം കൂടെ വേണമല്ലോ. മോൻ ഇത്രയും നിർബന്ധം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ്. പക്ഷെ എൻ്റെ കുട്ടിക്കൊരു ദോഷവും വരാതിരിക്കാൻ മോൻ ശ്രദ്ധിക്കണം. വാസു ഒടുവിൽ ആ നിർബന്ധത്തിന് വഴങ്ങി. ഉറപ്പ് വാസുവേട്ട. അവളുടെ സുരക്ഷ എൻ്റെ ഉത്തരവാദിത്തമാണ്. അവളോട് തറവാട്ടിലേക്ക് വരാൻ പറയണം. മേക്കപ്പും ബാക്കി കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആര്യൻ്റെ മുഖത്ത് ഒരു വലിയ യുദ്ധം ജയിച്ച സന്തോഷം വിരിഞ്ഞു. ദേവിക തറവാട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ വെച്ച് അച്ഛൻ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഓർത്ത് അവളുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ നിറഞ്ഞിരുന്നു. അവൾ കടന്നു വരുമ്പോൾ ആര്യൻ തൻ്റെ ക്രൂവിനോട് നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു. മുംബൈയിൽ നിന്നുള്ള പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റായ പ്രിയയും കോസ്റ്റ്യൂം ഡിസൈനർമാരും അവിടെയുണ്ടായിരുന്നു. ദേവുവിനെ കണ്ടതും പ്രിയയുടെ കണ്ണുകൾ വിടർന്നു. വാവ് ആര്യൻ, വാട്ട് ഡു യു ഫൈൻഡ് ദിസ് ഗേൾ? ഷീസ് അബ്സല്യൂട്ട്ലി സ്റ്റണിങ്. അവളുടെ സ്കിൻ ടോണും ആ വലിയ കണ്ണുകളും. ഷീസ് പെർഫെക്റ്റ് ഫോർ മോഡേൺ എത്നിക്. പ്രിയ ആവേശത്തോടെ പറഞ്ഞു. ദേവുവിന് ഒന്നും മനസ്സിലായില്ല. അവൾ ഭയത്തോടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒരു കോണിൽ നിന്നു. ആര്യൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. താൻ പേടിക്കണ്ട, ഇവരൊക്കെ എൻ്റെ ടീമാണ്. നിന്നൊരു രാജകുമാരിയെ പോലെ അവൾ ഒരുക്കും. ധൈര്യമായിട്ടിരിക്കടോ. അവൻ്റെ ശാന്തമായ ശബ്ദം അവൾക്ക് നേരിയൊരു ആശ്വാസം നൽകി. പ്രിയ ദേവുവിനെ വലിയൊരു കണ്ണാടിയുടെ മുൻപിൽ ഇരുത്തി. അവളുടെ പരമ്പരാഗതമായ നാടൻ രൂപത്തിലേക്ക് ആധുനിക ഫാഷൻ്റെ സ്പർശം നൽകാൻ അവർ തുടങ്ങി. അധിക ആഡംബരമില്ലാതെ എന്നാൽ മുഖത്തെ വശ്യത എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള വാട്ടർ പ്രൂഫ് മേക്കപ്പ്. അവളുടെ നീണ്ട മുടി അവർ നന്നായി ഹെയർ സ്റ്റൈൽ ചെയ്തു. തുടർന്ന് ആര്യൻ ഡിസൈൻ ചെയ്ത പ്രത്യേക വസ്ത്രം പ്രിയ നൽകി. ഒരു ആധുനിക ഫ്യൂഷൻ വസ്ത്രമായിരുന്നത്. പരമ്പരാഗത തനിമയും പാശ്ചാത്യ ഫാഷനും ഒത്തുചേർന്ന ഒരു അത്ഭുത വസ്ത്രം. 1 മണിക്കൂറിന് ശേഷം മേക്കപ്പ് റൂമിൻ്റെ വാതിൽ തുറന്ന് ദേവിക പുറത്തേക്ക് വന്നു. ഹാളിൽ നിന്നിരുന്ന എല്ലാവരും ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച് നിന്നുപോയി. അവിടെ നിന്നിരുന്നത് ഒരു നാടൻ പെൺകുട്ടിയായിരുന്നില്ല. പകരം അന്താരാഷ്ട്ര റാമ്പുകളെ ഉറപ്പിക്കാൻ പോന്ന ലോകോത്തര മോഡലായിരുന്നു. അവളുടെ വലിയ കണ്ണുകളിൽ നാടൻ പെൺകുട്ടിയുടെ നിഷ്കളങ്കതയും വസ്ത്രധാരണത്തിൽ അതിനൂതനമായ സ്റ്റൈലും ഒത്തുചേർന്നിരുന്നു. കഴുത്തിൽ അണിഞ്ഞിരുന്ന പരമ്പരാഗതമായ മുല്ലമുട്ടുമാല അവളുടെ ഭംഗി ഇരട്ടിയാക്കി. ആര്യൻ്റെ കണ്ണുകൾ അവളിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ ഐപാഡ് താഴെ വെച്ചു. അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ആദ്യം കണ്ടപ്പോൾ കണ്ട ആ വശ്യത ഇപ്പോൾ ആ പുതിയ ഭാവത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഇതെന്ന് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. യു ലുക്ക് ബ്യൂട്ടിഫുൾ ദേവിക, ആര്യൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും ദേവുവിൻ്റെ കവിളുകളിൽ കുങ്കുമച്ചോപ്പ് പടർന്നു. അവൾ പതിയെ തല താഴ്ത്തി. ഫോട്ടോഗ്രാഫർ ആര്യനെ വിളിച്ചു. ഓക്കെ ടീം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷൂട്ട്. വാ. ആര്യൻ മുന്നോട്ട് നടന്നു. തൻ്റെ സ്വപ്ന ബ്രാൻഡിൻ്റെ ചരിത്രപരമായ ഫോട്ടോഷൂട്ടിന് തുടക്കം കുറിക്കാൻ ദേവിക അവന് പിന്നാലെ പതിയെ ചുവടുകൾ വെച്ചു. ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റുകൾ തെളിഞ്ഞപ്പോൾ ദേവു ഭയന്നുപോയി. അവൾ വിറച്ചുകൊണ്ട് കൃത്രിമമായി ചിരിക്കാൻ ശ്രമിച്ചു. കട്ട് കട്ട്, എന്താണ് താൻ ഈ കാണിക്കുന്നത്?
ഇങ്ങനെ ചിരിക്കാതെ, ലുക്ക് നാച്ചുറൽ, ആര്യൻ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. താൻ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട, മോഡലുകളെ പോലെ ക്യാമറയിലേക്ക് നോക്കി പോസ് ചെയ്യേണ്ട. താൻ ഈ പാടത്തും വരമ്പത്തും നടക്കുമ്പോൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെ മതിയടോ. ജസ്റ്റ് ബി യുവർ സെൽഫ്, അവൻ ശാന്തമായി പറഞ്ഞു. അവൻ്റെ വാക്കുകളും കണ്ണുകളിലെ ആത്മാർത്ഥതയും അവൾക്കൊരൽപ്പം ധൈര്യം നൽകി. അവൾ കണ്ണടച്ചൊരു നിമിഷം നിന്നു. പിന്നീട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന ദേവു വേറെയൊരാളായിരുന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു. ദേവു ഡിസൈൻ ചെയ്ത ഫ്യൂഷൻ സാരി എടുത്ത് വയൽ വരമ്പിലൂടെ അവൾ നടന്നു വന്നപ്പോൾ ക്യാമറ കണ്ണുകൾ വിസ്മയത്തോടെ അത് ഒപ്പിയെടുത്തു. ആര്യൻ്റെ പാശ്ചാത്യ ഫാഷൻ ചിന്തകളും ദേവുവിൻ്റെ നാടൻ സൗന്ദര്യവും തമ്മിൽ അവിടെ ഒരു മാന്ത്രിക കെമിസ്ട്രി രൂപപ്പെടുകയായിരുന്നു. ഫോട്ടോകൾ ഓരോന്നും ജീവസുറ്റതായി മാറി. ഷൂട്ട് കഴിഞ്ഞ് മോണിറ്ററിലേക്ക് നോക്കിയ ആര്യൻ അത്ഭുതപ്പെട്ടുപോയി. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. മുംബൈയിൽ നിന്ന് വന്ന ക്രൂവെല്ലാം പാക്കപ്പ് ചെയ്ത് മടങ്ങിപ്പോയി. ആര്യൻ്റെ ലാപ്ടോപ്പിലും ഐപാഡിലും ദേവുവിൻ്റെ ജീവസുറ്റ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ട് റെഡിയായിരിപ്പുണ്ടായിരുന്നു. ഫാഷൻ ലോകത്തെ വൻകിട മാഗസിനുകൾക്ക് ആ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും അവർ അത് വലിയ ആവേശത്തോടെ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ആര്യൻ വിചാരിച്ചതിലും വലിയ വിജയമായിരുന്നു ആ പ്രോജക്റ്റ്. പക്ഷേ ആ വിജയം ആഘോഷിക്കാൻ ആര്യൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി അവൻ്റെ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. കണ്ണുകൾ അടക്കുമ്പോൾ ദേവികയുടെ മുഖമാണ്. തിരികെ പോകണം, പക്ഷേ തൻ്റെ മനസ്സ് ഇവിടെയാണ്. അതേസമയം ആ ചെറിയ ഓടിട്ട വീട്ടിൽ ദേവികയുടെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. ആര്യൻ തന്നെ അഡ്വാൻസ് തുക കൊണ്ട് വാസുവേട്ടൻ വീടിൻ്റെ ചോർച്ചയുള്ള ഭാഗങ്ങൾ നന്നാക്കാൻ തുടങ്ങിയിരുന്നു. വീട്ടിൽ സന്തോഷം തിരിച്ചെത്തിയെങ്കിലും ദേവിൻ്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത ബാക്കിയായി. അവൻ്റെ ശാന്തമായ ശബ്ദം, യു ലുക്ക് ബ്യൂട്ടിഫുൾ ദേവിക എന്ന് പറഞ്ഞ ആ നിമിഷം അതോർക്കുമ്പോഴൊക്കെ അവളുടെ നെഞ്ചെടുപ്പ് താളം തെറ്റി. ഒരു വട്ടം കൂടി അവനെ കാണാൻ, ആ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ അവളുടെ മനസ്സ് കൊതിച്ചു. കഴിഞ്ഞ 7 ദിവസമായി അവൾ പുഴക്കടവിലും തറവാട്ട് പറമ്പിലുമൊക്കെ വെറുതെ നടന്നു നോക്കി. പക്ഷെ ആര്യൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. കാണാതെ വയ്യ എന്ന അവസ്ഥയിലേക്ക് അവളുടെ പ്രണയം വളരുകയായിരുന്നു. 7-ാം ദിവസം വൈകുന്നേരം ആകാശം ഇരുണ്ടുകൂടി നിൽക്കുകയാണ്. ഏത് നിമിഷവും ഒരു കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ദേവു തൻ്റെ മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ചുറ്റും കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലും ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ട്, പ്രണയത്തിൻ്റെ കൊടുങ്കാറ്റ്. ഇനി എനിക്ക് വയ്യ, ഒളിച്ചും പാത്തിരിക്കാൻ ഞാനില്ല. വരുന്നത് വരട്ടെ, എനിക്ക് അയാളെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം. അവൾ രണ്ടും കൽപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. നീലപ്പാവാടയും വെള്ള ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പടർന്നു. തറവാട്ടിലെ പടിപ്പുര കടന്ന് അകത്തേക്ക് വരുമ്പോൾ അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. നെഞ്ചെരുപ്പിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണമെന്ന മട്ടിൽ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു. തറവാടിൻ്റെ പൂമുഖത്ത് ആരും ഉണ്ടായിരുന്നില്ല. ശങ്കരമാമയോ യശാദമ്മയോ ഒന്നും അവിടെ ഉണ്ടായില്ല. ബാല്യക്കാർ അടുക്കള ഭാഗത്ത് എന്തോ ജോലിയിലാണ്. അവൾ പതുക്കെ ഉമ്മറക്കോലയിലേക്ക് കയറി. നീണ്ട ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ കാൽപാദങ്ങളിലെ കുലിച്ചുകൾ പതിയെ കിലുങ്ങി. ആ ശബ്ദം കേട്ടാവണം ഇടനാഴിയിലൂടെ വശത്തുള്ള ഇരുണ്ട മുറിയുടെ വാതിൽ പകുതി തുറക്കപ്പെട്ടു. ദേവു ആ മുറിയുടെ മുന്നിലെത്തിയതേ ഉള്ളൂ. പെട്ടെന്നാണ് ഒരു ശക്തമായ കൈ അവളെ മുന്നോട്ട് അഞ്ഞു വിളിച്ചത്. ആ! അവൾ പേടിയോടെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മറ്റാരോ കൈ അവളുടെ വായ് പൊത്തിപ്പിടിച്ചിരുന്നു. ആ ഇരുണ്ട മുറിക്കുള്ളിൽ അവളെ വലിച്ചു കയറ്റി ആര്യൻ വലിപ്പമേറിയ തേക്ക് തടിയുടെ വാതിൽ ഒറ്റ ചവിട്ടിനടച്ച് കുറ്റിയിട്ട് കളഞ്ഞു. മുറിക്കുള്ളിൽ നേരിയ വെളിച്ചം മാത്രം. ആര്യൻ അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അവളുടെ നടുവിലൂടെ ചുറ്റിപ്പിടിച്ച അവൻ്റെ കൈകൾക്ക് മുറുക്കം കൂടുതലായിരുന്നു. ദേവു പേടിയോടെയും അതിലേറെ പ്രണയത്തോടെയും കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. അവരുടെ ശ്വാസനിശ്വാസങ്ങൾ പരസ്പരം കലർന്നു. ഒച്ച വെക്കണ്ട. ആര്യൻ അവളുടെ ചുണ്ടുകളിൽ നിന്ന് പതുക്കെ കൈമാറ്റി കാതോരം വന്ന് മന്ത്രിച്ചു. എന്തേ കാണിക്കുന്നേ? എന്നെ വിട്, ആരെങ്കിലും കാണും. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കൈകൾ വെച്ച് പതുക്കെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ആ ശരീരത്തിൻ്റെ ചൂട് അവളെ കൂടുതൽ തളർത്തുകയേ ചെയ്തുള്ളൂ. ആര് കാണാൻ? എൻ്റെ മുറിയിൽ ഞാൻ ആരെ കയറ്റണമെന്ന് ഞാൻ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്, എൻ്റെ ദേവക്കുട്ടി. അവൻ ഒരു കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ആ കള്ളച്ചിരി കണ്ടപ്പോൾ ദേവിന് ദേഷ്യവും നാണവും ഒരുമിച്ച് വന്നു. ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. അവൾ നോട്ടം മാറ്റി താഴേക്ക് നോക്കിക്കൊണ്ട് കള്ളം പറഞ്ഞു. ആണോ? പക്ഷെ മുത്തശ്ശി ഇപ്പോൾ പുറത്തു പോയല്ലോ. കൂടെ ശങ്കരമാമയും ഉണ്ട്. അതറിഞ്ഞിട്ടല്ലേ താൻ വന്നേ? അപ്പോൾ താൻ എന്നെ കാണാൻ വന്നതാണല്ലേ?
ആര്യൻ അവളെ കൂടുതൽ ചുമരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അല്ലല്ലല്ല, ഞാൻ എന്തിനു നിങ്ങളെ കാണാൻ വരുന്നേ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കള്ളം പറയരുത് ദേവിക. ആര്യൻ്റെ ശബ്ദം പെട്ടെന്ന് ആർദ്രമായി. കഴിഞ്ഞ ഒരാഴ്ചയായി നീ എന്നെ തിരയുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പുഴക്കടവിലും തറവാട്ടുപറമ്പിലുമൊക്കെ നീ വന്ന് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് ദേവു ഞെട്ടിത്തെരിച്ചു പോയി. അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. എന്നിട്ട് അറിഞ്ഞിട്ടും നിങ്ങൾ എന്താ പുറത്തേക്ക് വരാതിരുന്നത്? അവളുടെ ശബ്ദത്തിൽ നേരിയൊരു പിണക്കം നിഴലിച്ചു. നിന്റെ ഉള്ളിലെ പ്രണയം പൂർണ്ണമായും പുറത്തു വരട്ടെ എന്ന് വിചാരിച്ചു. നീ എന്നെ അത്രമേൽ കുതിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു. അവൻ പതിയെ കൈകൾ ഉയർത്തി അവളുടെ മുഖത്ത് തങ്ങി നിന്ന മുടിയിഴകൾ പുറകിലേക്ക് ഒതുക്കി. അവൻ്റെ വിരലുകൾ അവളുടെ കവളിൽ തൊട്ടപ്പോൾ ദേവുവിൻ്റെ ശരീരം വിറച്ചു. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ദേവു. നിന്റെ ആ വലിയ കണ്ണുകളും ഈ കുഞ്ഞു മുഖവും എൻ്റെ ഉറക്കം കെടുത്തി കളഞ്ഞു. ആര്യൻ്റെ ആ കാറ്റുപോലെയുള്ള സ്വരം ദേവുവിൻ്റെ ഉള്ളിലെ എല്ലാ നിയന്ത്രണങ്ങളും തകർത്ത് കളഞ്ഞിരുന്നു. അവൾ അവനെ നോക്കി പതിയെ പുഞ്ചിരിച്ചു. എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല, അവൾ വളരെ പതുക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്ക് കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. അവൻ അവളുടെ മുഖത്തേക്ക് കൂടുതൽ അടുത്ത് വന്ന് ചോദിച്ചു. ആര്യൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി മിന്നി. മുഴുവൻ നിങ്ങളുടെ ചിന്തകളായിരുന്നു. എനിക്ക് എപ്പോഴും കാണാൻ തോന്നും കേട്ടോ, ഒരുപാട് തോന്നി. അതുകൊണ്ടാ ഇങ്ങോട്ട് പോന്നത്. നാണം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. ആര്യൻ്റെ ചുണ്ടുകളിൽ സംതൃപ്തി നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഓട്ടിൻ പുറത്ത് വീഴുന്ന മഴത്തുള്ളികളുടെ സംഗീതത്തിനൊപ്പം ആ ഇരുണ്ട മുറിയിൽ അവളുടെ പ്രണയം പെയ്തിറങ്ങുകയായിരുന്നു. ആര്യൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. അവൻ്റെ മനസ്സ് ഒരു മനോഹരമായ പ്രണയഗീതമായി മാറി. അവളുടെ മൗനം പെയ്തു തീർന്നപ്പോൾ പുറത്തെ മഴ ശക്തി കുറഞ്ഞിരുന്നു. ആര്യൻ പതിയെ ദേവുവിൻ്റെ നെറ്റിൽ തൻ്റെ അധരങ്ങൾ അമർത്തി. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ അരികിൽ ഉണ്ടാവണം കേട്ടോ, ആര്യൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ആ വലിയ കണ്ണുകളിൽ പ്രണയത്തോടൊപ്പം ഒരു വലിയ സ്വപ്നത്തിൻ്റെ വെളിച്ചവും തെളിഞ്ഞു നിന്നിരുന്നു. ആര്യൻ്റെ ഒപ്പമുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ടു തുടങ്ങി. തറവാടിൻ്റെ ഇരുണ്ട മുറിയിൽ പുതിയൊരു പ്രണയകാവ്യത്തിന് അവർ തുടക്കം കുറിക്കുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം അവിചാരിതമായി കൺമുന്നിൽ തെളിഞ്ഞ ആ മായാരൂപം ഇന്ന് ആര്യൻ്റെ ജീവിതത്തിൻ്റെ പകുതിയാണ്. മംഗലത്തെ ആ ഇരുണ്ട മുറിയിൽ പെയ്തിറങ്ങിയ പ്രണയം ഇന്ന് ബാംഗ്ലൂരിലെ ഈ ആഡംബര ഫ്ലാറ്റിൻ്റെ 14ാം നിലയിൽ എത്തി നിൽക്കുന്നു. ദി മോഡേൺ എത്നിക് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാഷൻ ബ്രാൻഡുകളിൽ ഒന്നാണ്. അതിൻ്റെ മുഖ്യ ഡിസൈനർ ആര്യനും ആ ബ്രാൻഡിൻ്റെ ജീവനായ ചീഫ് മോഡൽ ദേവികയുമാണ്. എന്നാൽ എല്ലാ തിരക്കുകൾക്കും അപ്പുറം ഈ 5 വർഷത്തിനിടയിൽ അവരുടെ പ്രണയത്തിന് കാവലായി പ്രപഞ്ചം അവർക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഇപ്പോൾ ആ മുറിയിൽ ഉറങ്ങുന്നുണ്ട്. അവരുടെ 3 വയസ്സുകാരൻ മകൻ ആരവ്. പുറത്ത് കനത്ത മഴയാണ്. ബാംഗ്ലൂർ നഗരത്തിൻ്റെ ലൈറ്റുകൾ മഴത്തുള്ളികൾക്കിടയിലൂടെ മങ്ങി പ്രകാശിക്കുന്നുണ്ട്. ഫ്ലാറ്റിലെ പ്രൊജക്ടർ സ്ക്രീനിൽ ഏതോ പഴയ ഇംഗ്ലീഷ് റൊമാൻറ്റിക് സിനിമ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ലിവിംഗ് റൂമിലെ മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ സോഫയിൽ കുഷ്യനുകൾക്കിടയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ആരവിനെ ആര്യൻ വാത്സല്യത്തോടെ നോക്കി. ആ കുഞ്ഞു ചുണ്ടുകൾ ഉറക്കത്തിലും എന്തോ മന്ത്രിക്കുന്നുണ്ട്. ആര്യൻ പതിയെ കുനിഞ്ഞ് അവനെ കയ്യിൽ കോരിയെടുത്തു. ബെഡ്റൂമിലേക്ക് നടന്ന് കുഞ്ഞിനെ ബെഡിൽ കിടത്തി ബ്ലാങ്കറ്റ് പുതപ്പിച്ചു. നെറ്റിയിൽ ഒരു ചെറു ചുംബനം നൽകി തിരികെ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ അവൻ ദേവുവിനെ തിരഞ്ഞു. അവൾ ബാൽക്കണിക്ക് അഭിമുഖമായുള്ള വലിയ ജനാലക്കരികിൽ നിൽക്കുകയായിരുന്നു. കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു സാരിയാണ് അവൾ ദേഹത്ത് ചുറ്റിയിരിക്കുന്നത്. മുടി അലസമായി മുകളിലേക്ക് ഒതുക്കി കെട്ടിവെച്ചിരിക്കുകയാണ്. ജനൽ ചില്ലിൽ വീണ് ചിതറുന്ന മഴത്തുള്ളികളിലേക്ക് നോക്കി നിൽക്കുന്ന അവളുടെ മുഖത്ത് ഇപ്പോഴുമുണ്ട് ആ പഴയ നാടൻ പെൺകുട്ടിയുടെ നിഷ്കളങ്കത. മേക്കപ്പുകളുടെയും റാമ്പുകളുടെയും ലോകത്ത് എത്ര തിളങ്ങിയാലും ആര്യൻ്റെ മുന്നിൽ അവൾ ഇപ്പോഴും ആ പഴയ ദേവു തന്നെയാണ്. ആര്യൻ ശബ്ദമുണ്ടാക്കാതെ പുറകിലൂടെ വന്ന് അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നുണ്ടായ സ്പർശനത്തിൽ ദേവു ഒന്ന് ഞെട്ടിയെങ്കിലും ആ ചൂട് തിരിച്ചറിഞ്ഞ പാടെ അവൾ പിന്നോട്ട് ചെരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ഒട്ടിച്ചേർന്ന് നിന്നു. അവൻ തൻ്റെ താടി അവളുടെ തോളിലൂന്നി ആ കഴുത്തിൻ്റെ വശങ്ങളിലേക്ക് മുഖം പൂഴ്ത്തി. മോൻ ഉറങ്ങിയോ ആര്യേട്ടാ? ദേവു ശ്വാസം പതുക്കെ വിട്ടുകൊണ്ട് ചോദിച്ചു. നല്ല ഉറക്കം. ഇനിയുള്ള സമയം നമുക്ക് മാത്രമാണ് ദേവു. ആര്യൻ്റെ ശബ്ദം ആ തണുത്ത അന്തരീക്ഷത്തിൽ കൂടുതൽ ആർദ്രമായി തോന്നി.
അവൻ്റെ വിരലുകൾ അവളുടെ വയറിന് മീതെ സാരിക്കിടയിലൂടെ പതുക്കെ ചലിച്ചുകൊണ്ടിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടും ഈ കുസൃതിക്കൊരു കുറവുമില്ല കേട്ടോ. ദേവ് തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ ആ വലിയ കണ്ണുകളിൽ പ്രണയവും നേരിയൊരു നാണവും കലർന്നിരുന്നു. കുറയില്ല എൻ്റെ ദേവക്കുട്ടി, ഇതിൻ്റെ ലഹരി കൂടുകയുള്ളൂ. നീ ഓർക്കുന്നുണ്ടോ? 5 വർഷം മുമ്പ് ഇതേപോലെ ഒരു മഴ ദിവസമാണ് മംഗലത്തെ തറവാട്ടിൽ വെച്ച് നീ എന്നോട് പ്രണയം പറഞ്ഞത്. ആര്യൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. ഞാനല്ല, ആര്യേട്ടനാണ് എന്നെ ബലമായി ആ മുറിക്കുള്ളിലേക്ക് വലിച്ചു കയറ്റിയത്. ദേവു അവൻ്റെ നെഞ്ചിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ എൻ്റെ ഈ നെഞ്ചി ഇങ്ങനെ പറ്റിച്ചേർന്നുണ്ടാവുമായിരുന്നോ? ആര്യൻ അവളുടെ 2 കൈകളും പിടിച്ച് ജനൽ ചില്ലിലേക്ക് ചേർത്ത് നിർത്തി. ചില്ലിൻ്റെ പുറത്തെ തണുപ്പും ആര്യൻ്റെ ശരീരത്തിൻ്റെ ചൂടും അവളിൽ ചെറിയ വിറയൽ സൃഷ്ടിച്ചു. ആര്യയുടെ വീട്ട് ആരെങ്കിലും കാണും കേട്ടോ, അവൾ പറഞ്ഞു. ആര് കാണാൻ? 14ാം നിലയിലാണ് നമ്മൾ. പുറത്ത് മഴയല്ലാതെ മറ്റാരുമില്ല. അവൾ മുഖം തിരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ തൻ്റെ കൈവിരലുകൾ കൊണ്ട് അവളുടെ താടിക്ക് പിടിച്ച് മുഖം തനിക്ക് നേരെ തിരിച്ചു. അവളുടെ ശ്വാസങ്ങൾ പരസ്പരം ഇടകലർന്നു. ആര്യൻ്റെ കണ്ണുകളിലെ തീവ്രത ദേവുവിനെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. അവൻ പതിയെ കുനിഞ്ഞ് അവളുടെ കാതോരം വന്ന് മന്ത്രിച്ചു. യു ആർ സോ ബ്യൂട്ടിഫുൾ. അവൻ അവളുടെ കാതിൽ തൻ്റെ അധരങ്ങൾ അമർത്തി. ആ തണുത്ത രാത്രി അവൻ്റെ ചുണ്ടുകളുടെ ചൂട് ദേവുവിൻ്റെ ഉള്ളിലേക്ക് ഒരു ലഹരിയായി പടർന്നു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവളുടെ കൈവിരലുകൾ അവൻ്റെ ടീഷർട്ടിൽ മുറുകെ പിടിച്ചു. അവൻ പതുക്കെ ഷാലിൻ്റെ മുകൾ ഭാഗം മാറ്റി അവളുടെ തോളലുകളിൽ തൻ്റെ അധരങ്ങൾ പതിപ്പിച്ചു. ആര്യേട്ടാ, അവളുടെ ശബ്ദം ഒരു ദീർഘനിശ്വാസമായി പുറത്തു വന്നു. ആര്യൻ അവളുടെ മുഖം തൻ്റെ കൈകളിൽ എടുത്തു. അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവൻ്റെ പ്രണയാതുരമായ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോഴും തനിക്കായുള്ള സമർപ്പണം അവൻ കണ്ടു. അവൻ കൂടുതൽ കാത്തു നിന്നില്ല. വിറച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ റോസാപ്പൂവിതൽ പോലുള്ള അധരങ്ങളിലേക്ക് അവൻ തൻ്റെ അധരങ്ങൾ ചേർത്ത് വെച്ചു. അതൊരു തീവ്രമായ ചുംബനമായിരുന്നു. 5 വർഷത്തെ ദാമ്പത്യത്തിൻ്റെ സുരക്ഷിതത്വവും ആദ്യമായി പ്രണയം തോന്നിയ നിമിഷത്തിൻ്റെ പുതുമയും ഒത്തുചേർന്ന ഒരു മാന്ത്രിക നിമിഷം. ദേവു തൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ആ ചുംബനത്തിന് വഴങ്ങിക്കൊടുത്തു. പുറത്തെ മഴയുടെ താളവും ലിവിംഗ് റൂമിലെ മങ്ങിയ സംഗീതവും അവർക്ക് ചുറ്റും ഒരു പ്രണയവലയം തീർത്തു. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ വലിയ ഫ്ലാറ്റിൻ്റെ ലിവിംഗ് റൂമിൽ മഴയുടെ തണുപ്പിനെ തോൽപ്പിച്ച് ആ കൊച്ചു കുടുംബത്തിൻ്റെ പ്രണയവും സന്തോഷവും ആവോളം പെയ്തിറങ്ങുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രണയകാവ്യം ഇപ്പോഴും കൂടുതൽ മനോഹരമായ വരികളാൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു കഥയുമായി ഞാൻ ഉടനെ എത്തുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.